ഫ്രണ്ട്സ് എല്ലാവർക്കും കണ്ണൻ കാണാനായിട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ചുറ്റുപാട് ഞാൻ കാണിച്ചു നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇവിടെ ചുറ്റുപാടും ഒരു വനമാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ 80 പടികളാണ് കേട്ടോ ഉള്ളത്. 80 ഇപ്പൊ താഴ്ന്നൊരു താഴെ കണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് വേണം കാണിക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഇല്ല വയനാട് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. താഴെ കണ്ടവും പൊയ്കളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ വഴികളും ഒക്കെ ഒരു വനമാണ് തോന്നുന്നു. ഉള്ളിലോട്ട് വലിയൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയൊരു വനമാണ്. എന്നാലും വനത്തിലുള്ള 4 ആളുടെ പുറത്താണ് ഇവിടെ ഉത്സവം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 80 പടികളും ഈ അമ്പലത്തിലുണ്ട്. രാത്രിയൊക്കെ തൂൺ ലൈറ്റിന് വേണ്ടി തൂൺ ലൈറ്റുകളുമുണ്ട്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട്. കുറച്ച് വളരെ ദിവസമായി ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. കാണാം, നമുക്കിവിടെ പാട്ടൊക്കെ ഉണ്ടായിട്ട് നേരെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും കേൾക്കാൻ പറ്റാൻ വേണ്ടി ഞാൻ പറ്റുന്ന പോലെ ഒക്കെ ചെയ്യുന്നുണ്ട്. ചുറ്റുപാടും നല്ല മനോഹരമായ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പറ്റും. എത്രയോ വലിയ വലിയ തടികളും മരങ്ങളും ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവരെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുണ്ട്. പിന്നെ തായും കുറച്ച് അങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ വഴിവടക്കൊക്കെ കഴിക്കുന്നതാണ്. ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു മരം കാണിച്ചു തരാം. ഇവിടെ എന്താ അറിയില്ല, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വർഷം മുമ്പേ ഉണ്ടായ. പിന്നെ ചക്ക സീസണൊക്കെ ആവാറായില്ലേ, ചക്കയൊക്കെ ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചക്കയൊക്കെ കാണാം. ഇപ്പം വയനാട്ടിലാണ് ഉള്ളത്. വയനാട് ശ്രീ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാഴ്ച തന്നെ കാണാം. പിന്നെ നമ്മൾ തൊഴുതു എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു മരം കണ്ടോ, വലിയ മരമാണ്. ഉയരം അത്യാവശ്യമുണ്ട്. ഇത് മരം എനിക്ക് കണ്ടിട്ട് പിടുത്തം കിട്ടുന്നുണ്ട്. ഒരുപാട് ഇലകളുണ്ടായതുകൊണ്ട് ഇലകളൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 80 പടികളാണ് അങ്ങോട്ടേക്ക്. പാമ്പൊക്കെ ഉണ്ടാവുമെങ്കിൽ ചോദിച്ചാൽ പാമ്പ് ഉണ്ടാകും. കുറുക്കനെ ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞില്ലേ വയനാട്ടിലാണ് ഉള്ളത്. വയനാട്ടിൽ നമ്മളിപ്പോൾ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലാണ് ഉള്ളത്. താഴെ കണ്ടകളുണ്ട്. പിന്നെ കണ്ടങ്ങളിൽ നേരെ പോയി കഴിഞ്ഞാൽ റോഡാണ്. ബസ്സും വാഹനങ്ങൾക്ക് ഹൈവേ ആയി കാണാം. നമുക്ക് കുറേ പേർ പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു വിശിഷ്ട ക്ഷേത്രം തന്നെയാണെന്ന് നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, തെങ്ങ് പോലെ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു തടി തൂണ്. ഞാൻ കുറച്ച് തൂണ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണാം, ഇവിടെ സ്റ്റെപ്പാണുള്ളത്. അപ്പം ഞാൻ മുകളിലെത്താറായി. ആ തെങ്ങ് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരം പോലെ ഉണ്ടാക്കിയിട്ടുള്ള തൂണാണ്. സാധാ തുണി പെയിന്റ് അടിച്ചാണ് കേട്ടോ. അത് നമ്മൾ അടിവശം കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ സാധാ തുണി പെയിന്റ് അടിച്ചാണ്. അടിവശം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പെയിന്റ് അടിച്ചത്. അപ്പുറം അങ്ങനത്തെ ഒന്നാണ്. പിന്നെ കാണാൻ നമുക്ക് ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അവിടെ പാർവതി ഒരു സരസ്വതി ദേവി, പിന്നെ അയ്യപ്പൻ, ഇവിടെ ശ്രീ ഭദ്രാളി ദേവിൻ്റെ ഫോട്ടോ ആണ്. ഇങ്ങോട്ട് പോയാൽ സരസ്വതി ദേവി ഒന്ന്, അപ്പം അപ്പുറമായിരിക്കും. പിന്നെ ഗണപതി ഉണ്ട്. നമ്മുടെ ഇത് സരസ്വതി ദേവി തന്നെയാണ്. ഇതും സരസ്വതി ദേവിയാണെന്ന് തോന്നുന്നു. അവിടെ ശിവപാർവതിയും ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ മുഴുവനായിട്ട് ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് ചുറ്റുപാട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ച ചിത്രങ്ങളും രൂപങ്ങളാണ്. പിന്നെ ഫോൺ നമ്പർ എല്ലാം ഉണ്ട്. ആ ദേവിൻ്റെ അവിടെ കാണുന്നത് കലവറയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ കാണാം. ഇത് കല്യാണ മണ്ഡപം തോന്നുന്നു. അവിടെ ഗോൾഡ് കളറിലായിട്ട് കാണുന്നത് തോന്നുന്നു. അങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല ശരിക്കും. പിന്നെ അങ്ങോട്ട് പുറത്തോട്ടൊരു വഴി കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഇത്രയും കാഴ്ചകൾ നമുക്ക് കാണിക്കാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഇതാണ്ട് ഒരു വലിയ മരം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് കമൻറ്റ്. അങ്ങനത്തെ വ്യത്യസ്ത വീഡിയോകൾ ഇതിൽ പിറകെ വീഡിയോ. പിന്നെ ഞാനിപ്പോൾ ഇതിന് മുമ്പേ കുറച്ച് മുമ്പേ സ്റ്റെപ്പ് കാണുമ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയുക. ഇഷ്ടമുള്ള കമൻറ്റ് ഞങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നമുക്കിപ്പോൾ കമൻറ്റും ലൈക്സും ഒക്കെ കൊള്ളാതെ കുറവാണ്. അതിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ അപേക്ഷ കൊടുക്കുള്ളൂ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ ലൈക്കാണ്. പിന്നെ കുറേ പേര് പറഞ്ഞ് ക്യാമറയും സൗണ്ടൊക്കെ ശരിയാക്കണം. പിന്നെ ഇപ്പം പാട്ടുണ്ടായതാണ്. പിന്നെ മൈക്ക് എടുത്തില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. ക്യാമറ ശരിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ ഞാനിന്ന് കുളിക്കാതെ അനക്കാതെയാണ് പിടിച്ചത് തോന്നുന്നത്. പിന്നെ ഞാൻ മാത്രമായതുകൊണ്ട് എന്നെ പിടിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് ചെരിക്കേണ്ടി വരും. അപ്പം ചെറിയൊരു കുളിക്കേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമുണ്ടാവില്ല ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, കമൻറ്റ്. ഇതുപോലെ വേറെ ഒരുപാട് വീഡിയോസ് നാളെ മറ്റന്നാൾ എന്ന് വരും. പിന്നെ ഒരു കൊട്ടിയൂർ വീഡിയോയും കൂടെ ഇതിൻ്റെ പിറകെ വരാനുണ്ട് കേട്ടോ. കൊട്ടിയൂർ വീഡിയോ. അപ്പോൾ എല്ലാവരും ആ കൊട്ടിയൂർ വീഡിയോ കൂടെ കണ്ടിട്ട് വരണം. ടാറ്റാ.